ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നിങ്ങൾക്ക് നൈറ്റ് ഡിന്നറിനും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാവിൻ്റെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ഒരു സവാളയാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി, നല്ലപോലെ പഴുത്തൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റൊരു അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുക്കാം. ഒരുപാട് തിക്കാവരുത്, എന്നാൽ ഒരുപാട് ലൂസാവാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഏറിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ലേശം കൂടെ പൊടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത മാവ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. മാവിൽ കട്ടകളും തരികളും ഒന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താണ്, ചൂടായ ദോശത്തവിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. നല്ല തിന്നായിട്ട് തന്നെ ദോശ ചുട്ടെടുക്കുക കേട്ടോ. വേണ്ടവർക്ക് എണ്ണയൊക്കെ ആക്കി കൊടുക്കുക, ഓയിലോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ആക്കി കൊടുക്കാം. നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ചായൻ്റെ കൂടെയും കഴിക്കാം. പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതായത് ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇനി ഒട്ടും എണ്ണ കഴിക്കാൻ പറ്റാത്തവർ എണ്ണയൊന്നും ആക്കണമെന്നില്ല കേട്ടോ, ഡ്രൈ ആയിട്ടും ചുട്ടെടുക്കാവുന്നതാണ്. അതിനിപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ എല്ലാ സൈഡും മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ ഒരു സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും കൂടി ചെയ്യും. രാവിലെയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും കൂടിയാണ്. ഇനിയിപ്പോൾ സ്കൂളിൻ്റെയൊക്കെ ടൈമാണ്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് അധികവും നമ്മൾ തിരഞ്ഞെടുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കുക. കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.